People call me This is my entertainment. സന്തോഷ് ജി ഇപ്പൊ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ എന്റെ കർത്താവേ എന്താ മാഷെ ഒരു ചെറിയ മിന്നലെ പോയി സോഷ്യൽ മീഡിയയില് സന്തോഷ് ജിയുടെ കണ്ടന്റ് സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ് ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു വോട്ടൽ എടുത്ത് ഞാൻ പറഞ്ഞില്ല. ഇൻസ്റ്റയിൽ പൈസ കിട്ടുന്നില്ലെന്നായാൽ അണ്ണനി പരിപാടി നിർത്തുന്നില്ല. ഇതിന് പരിഹാരമില്ല. അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് എന്താണ് ബ്രോ മോഡേൺ പറയാൻ പറ്റൂ. സ്വന്തമായി കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി അല്ലതേമാരെ ഇതിപ്പോ കാര്യങ്ങൾ ഒരു വടക്കം പാട്ടിലുള്ള ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിനെ മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. സ്വന്തം ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ ഇതേപോലെ ബുള്ളി ചെയ്യുന്ന ഈ കൾച്ചർ ഇന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന്റെ മൂന്നാംകിട ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. അല്ല അങ്ങനെ ചെയ്ത സായിയെ ന്യായമാണോ നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ട ആള് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ മൂന്നാംകിട ചാനലല്ലേ ചോദിച്ചേ സഹിച്ചോ? ഇങ്ങനെയൊക്കെയാണ് എല്ലാ പണിയും പോണത്. സന്തോഷ് പണ്ഡിറ്റിനോട് തിരിച്ചു നടത്താനാ. സന്തോഷ് പണ്ഡിറ്റിന് കോമാളിത്തരം പ്രശ്നമായി. കോമാളിത്തരം മോശമായിട്ടുള്ള ഒരു കാര്യമാണോ? നല്ല കാര്യമാണ് കോമാളിത്തരം. എല്ലാവരും നല്ലവരൊന്നുമല്ല. എല്ലാവരും ഭാഗത്ത് തെറ്റുകൾ പറ്റുന്നുണ്ട്. മനുഷ്യരാണ്. ഇപ്പോ അതില് ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, മോശം പറയല്ല. നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് ഫെരാർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത് അങ്ങനെയല്ല പറയുന്നത്. ഒരു സമയത്ത് എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇവരെ നന്നാക്കാനാണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നീ ആരാടാ അത് ചെയ്യാൻ, നീ ഇറങ്ങി പോടാന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ അവർ ചൂസ് ചെയ്യണ്ടേ? അവർ കൂടി ചൂസ് ചെയ്യണം. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇവരൊക്കെ കാണുമ്പോൾ കല്ലെറിയാൻ സമൂഹം റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവർ ചെയ്ത ഒരു തെറ്റിനെ നിങ്ങൾ ഇങ്ങനെ പ്രകൃതിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്തവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഇന്റർവ്യൂ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു ആ വ്യക്തി ചെയ്ത തെറ്റെന്ന്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ചെയ്ത തെറ്റെന്ന് പറയാ? ഇപ്പൊ ആ കുട്ടി ചോദിച്ചാ ആര് പറഞ്ഞു? വിളിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. ഇതിപ്പോ ഓൺലൈൻ മീഡിയ ഞാൻ പറഞ്ഞ പലതും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. മെക്കാനിക്സും ഫിലോസഫിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്ക് പേഴ്സണലി അറിയുന്ന ആളാ. കോമാളിത്തരം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. പൊതുവെ നമ്മൾ കാണുന്നത് ഈ തരത്തിൽ സ്ത്രീ ലൈംഗികതയെ മോശമായി കാണിക്കുക, അവരുടെ ബസ്സിൽ കയറി നിന്ന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഒരു പുരുഷന്റെ സ്പർശനം ഉണ്ടോ ഇല്ലയോ എന്നല്ല, നമുക്കത് കാണുമ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. അത് ശരിയാണല്ലോ.
ഇതിനെ വെച്ചിട്ട് നാട്ടിലെ ഇതേവരെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായില്ല ഇങ്ങനെയൊന്നും പറയരുത്. സാധാരണഗതിയിൽ ബസ്സിൽ കയറുന്ന 99% പെൺകുട്ടികൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു കുട്ടിയിൽ നിന്ന് ഒരു ഷിംജിത അങ്ങനെ ചെയ്തു, ആ പെൺകുട്ടി ചെയ്തത് തെറ്റ് തന്നെ, അത് സംഭവിക്കാം എന്ന് കരുതി പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് ബസ്സിൽ കയറി ഒരു പെൺകുട്ടിയും പറയില്ല. അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി താങ്കൾ എന്തിനാ ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? പെൺകുട്ടികളോടൊക്കെ മാന്യമായിട്ട് പെരുമാറാൻ ശീലിച്ചിട്ടില്ലല്ലേ? അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്, കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. ഇതൊരു തെറ്റാണോ? ഒരു പ്രത്യേക ജീവിതമല്ലേ ക്രഷ് എന്ന് പറയുന്നത് ദിവസം മാറുംതോറും ഒരാൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് സംശയം. അതെങ്ങനെയാണ്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഒരു കാലത്ത് ഞാൻ മോണോഗാമസ് നടന്നതാണ്, ഒരാൾ പ്രണയിച്ച അത് നടക്കില്ല നടന്നപ്പോ മനസ്സിലായി ഇനി പോളിഗാമസ് നടക്കുള്ളൂ മനസ്സിലായി. ഒരു പോളിഗമിക്കുള്ള ആംബിയർ ഉണ്ടോ? തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. 2ാം പ്രാവശ്യം പറഞ്ഞു ന്യൂസ് ഇട്ടു, ഇനി 3ാം പ്രാവശ്യം വേറൊരു നടീന്റെ പേര് പറഞ്ഞ ന്യൂസ് ഇടുന്നു. ഇയാളുടെ പ്രശ്നമല്ല, ഇതൊക്കെ ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന ഇവരുടെ പ്രശ്നം. അത് ശരിയാ, അത് ശരിയാ. മറ്റൊരു വ്യക്തിയുടെ അവകാശത്തെയോ അവരുടെ അഭിമാനത്തെയോ ക്ഷതം വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. അതെ, ആ നിയന്ത്രണമാണ്. അമ്പട കേമാ സണ്ണിക്കുട്ട. ഏറ്റവും കൂടുതൽ റീച്ച് ചെയ്തിട്ട് 3 കാര്യങ്ങൾക്കാണ്. 1 കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. 3 അഡൽട്ട. സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല. അങ്ങനെ ആ രീതിയിൽ എടുക്കും. കോമാളിത്തം, അപരാധം, അഡൽട്ട. ഈ ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിലെ പല ആളുകളും സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ പോസ്റ്റിൽ ഇത്ര എനിക്കതല്ല തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൂട്ടും. അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നു അന്ന് ഇദ്ദേഹം പണി നിർത്തും. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. 3ാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായിട്ട് 3ാംകിട ചാനലിന് മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എത്ര വൈ വേണം? അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇത് ചെയ്യുന്നത്. സന്തോഷ് പണിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. ഏത് നേരത്താണാവും സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം? സ്വന്തമായി മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എല്ലാം നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ 3ാംകിട ചാനൽ മാത്രമാണ്. മാവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.